സർ, IRIS ലാവൻ ഇറാൻ്റെ യുദ്ധക്കപ്പലാണ്. ഈ കപ്പൽ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ മാസം 4-ാം തീയതി ഇവിടെ നങ്കൂരമിട്ടു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യ ഇറാനെ പരോക്ഷമായിട്ടല്ലല്ലോ പ്രത്യക്ഷമായി തന്നെ സഹായിക്കുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു യുദ്ധക്കപ്പൽ ഇങ്ങോട്ട് വന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഐറിസ് ധേനയില്ലേ, ശ്രീലങ്കയിലേക്ക് പോയി അപകടത്തിൽപ്പെട്ട ടോർപിഡോ കപ്പൽ, ആ കപ്പലിന് ഇന്ത്യ അഭയം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞ് വിശാഖപട്ടണത്തിൽ നിന്ന് ഈ മിലൻ എന്ന് പറഞ്ഞ റിവ്യൂ സൈനികാഭ്യാസം കഴിഞ്ഞ് അത് മടങ്ങുകയാണ് ചെയ്തത്. അതിനും നമ്മൾ അഭയം കൊടുക്കുമായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ ഐറിസ് ധേന അപകടത്തിൽപ്പെടുന്നതിന് മുമ്പേ നമ്മളോട് ഈ കപ്പലിന് ഇവിടെ ലാവൻ അതിന് അഭയം ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 28-ാം തീയതി തന്നെ നമ്മളോട് അഭയം ചോദിച്ചിരുന്നു. അത് നമ്മൾ കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതിന് സാങ്കേതിക പ്രശ്നം കപ്പലിനുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞത്. അതുകൊണ്ട് സഞ്ചരിക്കാൻ പ്രയാസമുണ്ട്, നമ്മൾ ഒരു ദിവസം പോലും എടുത്തിട്ടില്ല അതിന് കൊച്ചിയിൽ നങ്കൂരം ഇടാനുള്ള അനുവാദം കൊടുക്കാൻ. അതിലുള്ളത് 183 ക്രൂ ആണ്, ജീവനക്കാർ. അവരെ കൊച്ചിയിൽ നേവൽ ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഈ ലാവൻ വിശാഖപട്ടണത്ത് സൈനികാഭ്യാസം നടക്കുന്ന മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന യുദ്ധക്കപ്പൽ ആണ് അവരുടെ. അപ്പോൾ ഫെബ്രുവരി 28-ാം തീയതി ഞങ്ങൾക്ക് അഭയം വേണം എന്ന് ഇറാൻ അപേക്ഷ ചോദിച്ചു. മാർച്ച് 1-ാം തീയതി തന്നെ, ഒരു ദിവസം മാർച്ച് 1-ാം തീയതി തന്നെ അനുവാദം കൊടുത്തു. മാർച്ച് 4-ാം തീയതി മുതൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ മാർച്ച് 4-ാം തീയതി മുതൽ കൊച്ചിയിൽ ഈ ലാവൻ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റേ അമേരിക്കയും ഇസ്രയേലും കൂടി ഒരു യുദ്ധം നടത്തുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ നമ്മളും ഈ അറിയാതെ കൊച്ചിയും അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. പല യുദ്ധങ്ങളിലും കൊച്ചിക്ക് ഇങ്ങനെ ഭാഗമാകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. ഈ ജർമ്മൻ കപ്പൽ ഒരെണ്ണം കൊച്ചിയിൽ വന്നിട്ട് ആ കപ്പലിൽ കൊച്ചി രാജാവ് കയറി മറ്റേ കനകക്കുന്ന് പാലസ് ഉണ്ടല്ലോ, നമ്മുടെ ഹിൽ പാലസ്, കനകക്കുന്നല്ല സോറി, ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ അവർക്ക് വിരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരിലെ ഭരിക്കുന്നത് അവർ ചൂടായിട്ട് രാജാവ് സ്ഥാനത്യാഗം ചെയ്തിട്ടുണ്ട്, അബ്ഡിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനൊരു സംഭവമുണ്ട്. അതല്ലാതെ ഉള്ളത് എംഡൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രൂസർ ഉണ്ട്, ജർമ്മൻ, 1-ാം ലോക യുദ്ധകാലത്ത് 1914. ഈ എംഡൻ എന്ന് പറഞ്ഞ ജർമ്മൻ കപ്പൽ അത് കൊച്ചി തീരത്ത് വന്നു എന്ന് പരക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ കപ്പലിൽ ചെമ്പകരാമൻ പിള്ള, ജർമ്മനിയിൽ പ്രവാസി വിപ്ലവകാരിയായിരുന്നില്ലേ, ഇന്ത്യക്കാരൻ, ജർമ്മനിയുടെ ഭാഗത്ത് നിന്നിരുന്ന ചെമ്പകരാമൻ പിള്ള അതിലുണ്ടായിരുന്നു, സഞ്ചരിച്ചിരുന്നു എന്നും ആ കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. എംഡനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ എംഡൻ കൊച്ചിയിൽ വന്നിരുന്നില്ല. എംഡൻ ജർമ്മൻ യുദ്ധക്കപ്പൽ മദ്രാസിൽ വന്നു. എന്നിട്ട് മദ്രാസ് ഹാർബറിനെ ആക്രമിച്ചു. 1914 സെപ്റ്റംബർ 22-ാം തീയതി ആണ് ആക്രമിച്ചത്. അതിൻ്റെ ക്യാപ്റ്റൻ കാൾ വോൺ മുള്ളർ എന്ന് പറഞ്ഞ ആളായിരുന്നു ക്യാപ്റ്റൻ. എന്നിട്ട് മദ്രാസ് ഹാർബറിൽ നങ്കൂരമിട്ടിരുന്ന സഖ്യസേനയുടെ, ബ്രിട്ടൻ്റെ ഒക്കെ 30 കപ്പലുകളെ തകർത്തു ഈ അമേരിക്കൻ കപ്പൽ. എന്നിട്ട് അത് ഇപ്പം മിക്കവാറും ഈ ടാങ്കറുകളായിരുന്നു, എണ്ണ ടാങ്കറുകളായിരുന്നു. അതിൽ 130 ഷെല്ലുകൾ വർഷിച്ചു ഈ എംഡൻ കപ്പൽ. ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറുകൾ, ഓയിലല്ലേ, കത്തി. ഈ ഫ്യുവൽ ടാങ്കറുകളൊക്കെ കത്തി. 5 പേര്
കൊല്ലപ്പെട്ടു ഹാർബറിൽ, മദ്രാസ് ഹാർബറിൽ. നവംബറിൽ ഈ എംഡൻ എന്ന് പറഞ്ഞ കപ്പലിനെ ഓസ്ട്രേലിയയുടെ ക്രൂസർ HMAS സിഡ്നി മുക്കിക്കളഞ്ഞു. എംഡന് മലയാളത്തിൽ ഈ ജർമ്മൻ കപ്പൽ ഒരു വാക്ക് സംഭാവന ചെയ്തു. എന്താണെന്നറിയാമോ? യമണ്ടൻ. അതാണ് എന്ന് പറഞ്ഞാൽ വിദിതമായ വലുത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന യമണ്ടൻ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ വരുന്നത് യമണ്ടൻ എന്ന് പറഞ്ഞ ഈ ജർമ്മൻ കപ്പലിൽ നിന്നാണ്. അപ്പൊ കൊച്ചിക്ക് ഇങ്ങനെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പല ചരിത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയുള്ളത് വേറൊരു കപ്പൽ, ഒരു കപ്പല് അവിടെ മുക്കി, ഐറിസ് ദേന എന്ന് പറയുന്നത്. ഐറിസ് ബുഷഹർ എന്ന് പറഞ്ഞ് വിശാഖപട്ടണത്തിൽ നിന്ന് പോയ രണ്ടാമത്തെ കപ്പല് ശ്രീലങ്കൻ തീരത്ത് കൊളംബോയിൽ അത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് ശ്രീലങ്ക കൊളംബോയിലെ വ്യാപാരത്തിനെ ബാധിക്കും, ശ്രീലങ്കയുടെ പ്രതിരോധത്തെ ബാധിക്കും. ശ്രീലങ്കയ്ക്ക് പേടിയുണ്ട്, ഇന്ത്യ പേടിച്ചിട്ടില്ല. ഇന്ത്യ കൊച്ചിയിൽ നിന്നോളാൻ പറഞ്ഞു. ശ്രീലങ്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഐറിസ് ബുഷഹറിനെ ട്രിങ്കോമാലിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ട്രിങ്കോമാലിയിലാണ് അത് കിടക്കുക. അതിൽ 183 ക്രൂ ഉണ്ട്. ഇതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊളംബോയിലെ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധി ഷാരെ ദഫാരെ ജെയിൻ ഹോവൽ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് ജെയിൻ ഹോവൽ പറയുന്നത് ഈ ഐറിസ് ദേനയിൽ 32 പേര് രക്ഷപ്പെട്ടല്ലോ, ആ 32 പേരെയും ഈ ബുഷഹറിലെ 183 പേരെയും തിരിച്ച് ഇറാനിലേക്ക് അയക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കയോട് തിരിച്ചയക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവരെ ഇറാൻ അവിടെ ക്യാമ്പയിനിങ്ങിന്, അമേരിക്കക്കെതിരായ ക്യാമ്പയിന് ഈ അറബ് ലോകത്ത് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്ക മുഖ്യ കപ്പലിലെ ആളുകളാണിവർ എന്ന് പറഞ്ഞിട്ടേ ഒരു വീരപരിവേഷം കൊടുക്കാമല്ലോ. വീരപരിവേഷം കൊടുത്ത് ഇവരെ യുദ്ധരംഗത്തിറക്കാം. അതുകൊണ്ട് ഇവരെ തൽക്കാലം ഇറാനിലേക്ക് വിടരുത് എന്ന് ശ്രീലങ്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഷാരെ ദഫാറെ പ്രതിനിധി ഹോവൽ ഇസ്രയേലിൻ്റെ സ്ഥാനപതിമാരെ, ഇന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള സ്ഥാനപതിമാരെയും അറിയിച്ചിട്ടുണ്ടെന്ന്. ഇവരെ ഇറാനിലേക്ക് വിടുന്ന പ്രശ്നം ഇല്ല, ഇവരെ അങ്ങോട്ട് അയക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ അതിജീവിച്ചവര് 2 കപ്പലിലുള്ള ജീവനക്കാര് ഇവർ ഈ രാജ്യത്തേക്ക് കാലുമാറുവോ, അഭയം തേടുവോ, ഡിഫക്റ്റ് ചെയ്യുവോ എന്നും അമേരിക്ക അന്വേഷിക്കുന്നുണ്ടെന്ന്. ഇറാനിലേക്ക് പോകാതെ ഈ രാജ്യത്ത് തന്നെ രാഷ്ട്രീയാഭയം ചോദിക്കാമല്ലോ, യുദ്ധകാലമാണ്, അങ്ങനെ ചോദിക്കുമോ എന്നുള്ള സംശയവും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചിയിൽ ഈ കപ്പല് ലാവൻ, അതിലെ ജീവനക്കാര് അവർക്ക് ഈ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയോട് രാഷ്ട്രീയ അഭയം ചോദിക്കാം. നമ്മളിപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അമേരിക്ക ആക്രമിക്കുന്ന ഇറാനിലെ കുറച്ച് പേർക്ക് ഇവിടെ രാഷ്ട്രീയാഭയം ചോദിച്ചാൽ കൊടുക്കുമോ എന്ന പ്രശ്നം ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനൊരു നയതന്ത്ര പ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇനി ആ ഐറിസ് ദേനയിലെ മുഖ്യപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ ജഡം ശ്രീലങ്കയിലുണ്ടല്ലോ, അത് അയക്കണ്ടേ? ഉടനെ അയക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആ ജഡം അയക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീലങ്കയോട്. അപ്പോൾ ഈ മേഖല പൊതുവെ അറിയാതെ യുദ്ധത്തിൽ പെട്ടിരിക്കുന്നു പലതരത്തിലും. എണ്ണയുടെ കാര്യത്തിലും പെട്ടല്ലോ. ഇപ്പൊ 30 ദിവസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ റഷ്യയിൽ നിന്ന് നേരത്തെ തന്നെ വാങ്ങിയിരിക്കുന്ന എണ്ണയാണ്, എന്നിട്ട് ഇളവ് എന്ന് പറഞ്ഞിരിക്കുന്നതുമൊക്കെ. അപ്പോൾ പൊതുവെ ലോകത്തെ രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പരോക്ഷമായെങ്കിലും പെട്ടിരിക്കുകയാണ്. കൊച്ചിയും ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു.
അപ്പോൾ നമ്മളും ശരിക്കും പറയാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ലോകം മനസ്സിലാക്കുന്ന രീതിയിലാണ് നിലപാട്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ തന്നെ ഈ ഇറാന് അനുകൂലമായി നമ്മളൊന്നും പറഞ്ഞില്ല, അനുശോചിച്ചില്ല എന്നൊക്കെ വലിയ വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും അല്ല, നയതന്ത്ര തലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം അല്ലേ? അത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ എന്താണ്, മുസ്ലിം ലീഗിന് വെല്ലുവിളിയായിട്ടുള്ള ഒരു പാർട്ടി. അത് മാത്രമാണ് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് അത് ചുരുങ്ങാണ്. കാരണം ഹിന്ദുക്കൾ മുഴുവൻ BJPയുടെ കൂടെ പോയല്ലോ. കേരളം ഒഴിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഈ പാർട്ടി ഇല്ലല്ലോ. എല്ലായിടത്തും ചെറിയ പ്രാദേശിക പാർട്ടി, ഒരക്ക സീറ്റുകളൊക്കെ അല്ലേ ഉള്ളൂ. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളുണ്ട്. ആ 4 സംസ്ഥാനങ്ങളിൽ ഇത്തിരിയെങ്കിലും സാധ്യത ഈ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിനുള്ളത് അല്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രസക്തിയും രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ആര് ശ്രദ്ധിക്കുന്നു ഇത്തരം ജൽപ്പനങ്ങൾ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.